അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ടീച്ചറിന്റെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രപ്പോസൽ എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ലൊമോവും നതാലിയയും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു, ആർഗ്യുമെന്റ്സ് തുടരുന്നു. ലൊമോ പറയുന്നു, ഐ സീ നതാലിയ സ്റ്റെപ്പനോവ്ന that you consider me either blind or a fool. നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് ഒരു ഫൂളായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടോ ഒക്കെയാണോ? യു മസ്റ്റ് റിയലൈസ് ദാറ്റ് സ്ക്യൂസർ ഈസ് ഓവർഷോട്ട്. നീ മസ്റ്റ് ആയിട്ടും റിയലൈസ് ചെയ്യണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്യൂസർ ഓവർഷോട്ട് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓവർഷോട്ട് എന്ന് പറഞ്ഞാൽ അപ്പർ ജോയ്ക്ക് എന്താണ് ലോവർ ജോയെക്കാട്ടിലും കുറെ ഡിഫറൻസസ് എന്താണ് സൈസ് വ്യത്യാസമൊക്കെ ഉള്ളതാണ്. നതാലിയ, ഇറ്റ്സ് നോട്ട് ട്രൂ, ഇത് സത്യമല്ല. ലൊമോ, ഹി ഈസ് ആണ്. നതാലിയ, ഇറ്റ്സ് നോട്ട് ട്രൂ, അല്ല. ലൊമോ, വൈ ഷൗട്ട് മാഡം, എന്തിനാ മാഡം ഷൗട്ട് ചെയ്യുന്നേ? നതാലിയ, വൈ ടോക്ക് റോട്ട്, നിങ്ങൾ ഇത്ര റോട്ടായിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? ഇറ്റ്സ് awful. ഇറ്റ്സ് ടൈം യുവർ ഗസ് വാസ് ഷോർട്ട് ആൻഡ് യു കമ്പയർ ഹിം വിത്ത് സ്ക്യൂസർ. നിന്റെ ഗസ് എന്ന് പറയുന്നത് ഷോർട്ട് ആണ്, നിനക്ക് എന്ത് ഡെയർ ആണ് എന്റെ സ്ക്യൂസറുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലുമുള്ള യോഗ്യതയില്ല. ലോമോ, എക്സ്ക്യൂസ് മീ, ഐ കനോട്ട് കണ്ടിന്യൂ ഡിസ്കഷൻ, മൈ ഹാർട്ട് ഈസ് പാൽപിറ്റേറ്റിംഗ്. എനിക്ക് ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല, എന്റെ ഹേർട്ട് പാൽപിറ്റേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം ഇടിപ്പ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. ആ രോഗം, ആ ആൻഷൈറ്റി രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നതാലിയ, ഐ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ദോസ് ഹണ്ടേഴ്സ് ആർഗ്യൂ മോസ്റ്റ് നോ ലീസ്റ്റ്. എന്ന് വെച്ചാൽ ഇയാളൊരു ഹണ്ടറും കൂടിയാണ് അല്ലെ. അപ്പൊ ഈ വന്നപ്പോ ചോദിച്ചില്ലേ ഷൂട്ടിംഗ് ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പൊ ഈ ഹണ്ടേഴ്സ് ആയിട്ടുള്ള ദോസ് ഹണ്ടേഴ്സ് ആർഗ്യൂ ചെയ്യുന്ന ഹണ്ടേഴ്സും ഒക്കെ ഭയങ്കര നോ ലീസ്റ്റ്, അപ്പൊ ലീസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് അവള് സംസാരിക്കുന്നത്, ഒന്നുമല്ല എന്ന രീതിയിൽ അവരൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിൽ. ലൊമോ, മേഡം പ്ലീസ് ബി സൈലന്റ്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവളുടെ വാക്കുകൾ കേട്ടിട്ട്. നിശബ്ദമായിട്ടിരിക്കും, കാരണം മൈ ഹാർട്ട് ഈസ് ഗോയിങ് ടു പീസസ്. ഞാൻ ഒരുത്തരുടെ ഹേർട്ട് പൊട്ടാറായിരിക്കുമ്പോഴാണ് നിന്റെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ അല്ലെ. ഷട്ട് അപ്പ്. അപ്പം നിർത്താൻ പറയാണ് നതാലി. ഐ ഷാൻറ്റ് ഷട്ട് അപ്പ്, എനിക്ക് കഴിയുകയില്ല. എന്ത്? അണ്ടർ യുവർ നോളജ് ദാറ്റ് സ്ക്യൂസർ ഈസ് എ 100 times better than your guess. നിങ്ങളുടെ ഗസ് എന്ന് പറഞ്ഞാൽ എന്റെ സ്ക്യൂസറിനെക്കാട്ടിൽ 100 times എന്താണ് നിങ്ങളുടെ ഗസ് എന്റെ സ്ക്യൂസറിനെക്കാളും വേർഡ്സ് ആണ്. അത് സമ്മതിക്കാത്തിടത്തോളം കാലം ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. 100 times ബെറ്റർ ആണെന്ന് നിങ്ങൾ സമ്മതിക്കണം. ആര്? സ്ക്യൂസർ 100 times ഗസിനെക്കാട്ടി ബെറ്റർ ആണെന്ന് നിങ്ങൾ സമ്മതിക്കണം. ലോമോ, 100 times വേസ്റ്റ്. അപ്പൊ ബെറ്റർ ആണ് 100 times എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്ത് പറയുന്നത്? 100 times വേർഡ്സ് ആണെന്ന് പറയുന്നു. അതായത് ബി ഹാങ്ഡ് ടു യുവർ സ്ക്യൂസ്, നിങ്ങളുടെ സ്ക്യൂസറിനെ എന്ത് ചെയ്യണം? ഹാങ് ചെയ്യണം. ഹിസ് ഹെഡ്, ഐസ്, ഷോൾഡർ എന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ കണ്ടിന്യൂ നിർത്തിയപ്പോഴത്തേന് ഇങ്ങനെ ഓരോ ശരീര അവയവങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാണ്. നതാലിയ, there is no need to hang your silly guess. ഓക്കെ, നിന്റെ ആ സില്ലി ഗസ് ഇല്ലേ, അതിനെ ഇങ്ങനെ തൂക്കൊണ്ട് ഹാങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? ഹീസ് ഹാഫ് ഡെഡ് ഓൾറെഡി. ഓൾറെഡി അത് പകുതി ചത്തതാണ്, എന്ന് വെച്ചാൽ അതിന് വയ്യാത്തതല്ലേ, അപ്പൊ അത് ചത്ത പോലെ ഇനിയിപ്പൊ അതിനെ പ്രത്യേകിച്ച് തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോമോ വീവ്സ്, ഷട്ട് അപ്പ്, മൈ ഹേർട്ട് ഈസ് ബേസ്റ്റിംഗ്. മിണ്ടാതെ ഇരിക്കെ, എന്റെ ഹേർട്ട് ബേസ്റ്റിംഗ് പൊട്ടിപ്പോകാനായി. നതാലിയ, ഐ ഷാൻറ്റ് ഷട്ട് അപ്പ്, ഇല്ല ഞാൻ നിർത്തില്ല, എനിക്ക് ഷട്ടപ്പ് ആവാൻ പറ്റില്ല. എന്റെ ചുബുക്കോ അപ്പൊ അവിടെയൊക്കെ കടന്നു വരുന്നു. ചുബുക്കോ, വാട്ട്സ് മാറ്റർ നൗ? ഇനിയിപ്പൊ എന്താണ് നിങ്ങളുടെ പുതിയ വിഷയം ചോദിക്കാൻ അല്ലേ? നതാലിയ, പപ്പ ടെൽ us truly. പപ്പ യഥാർത്ഥം എന്താണെന്ന് പറയൂ. വിച്ച് ഇസ് ദ ബെറ്റർ ഡോഗ്, അവർ സ്ക്വീസർ ഓർ ഹിസ് ഗസ്? പപ്പ പറഞ്ഞ നമ്മുടെ സ്ക്വീസർ ആണോ അതോ ഇയാളുടെ ഗസ് ആണോ ബെറ്റർ? ലോമോ, സ്റ്റെപ്പനോവിച്ച്, ഐ ഇംപ്ലോർ യു ടു ടെൽ മീ ജസ്റ്റ് വൺ തിങ്. ഞാൻ പറയുന്നത് കേക്ക്. അപ്പം ഇയാള് ലോമോ ഇടയ്ക്ക് കയറി പറയാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം കേക്ക്. എന്താണ്? സ്ക്വീസർ, ഈസ് യുവർ സ്ക്വീസർ ഓവർഷൂട്ട് ഓർ നോട്ട്? യെസ് ഓർ നോ? നിങ്ങളുടെ സ്ക്വീസർ ഓവർഷൂട്ട് അല്ലയോ ആണോ? നിങ്ങളുടെ മകൾ സമ്മതിക്കുന്നില്ല, അതാണോ അല്ലേ എന്നുള്ള ഒരു യെസ് ഓർ നോ, ഒരു വൺ വേർഡ് ആൻസർ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ശുഭുക്കോ, ആൻഡ് സപ്പോസ് ഹി ഈസ്, അങ്ങനെയാണെങ്കിൽ കൂടി വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? എന്താണത്? എന്താണ് കുഴപ്പം? ഹി ഈസ് ദ ബെസ്റ്റ് ഡോഗ് ഇൻ ദ ഡിസ്ട്രിക്ട് ഫോർ ഓൾ ദാറ്റ് ആൻഡ് സോൺ. അതായത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ്, ഒരു ഡോഗ് ആണ് സ്ക്വീസർ എന്ന് പറയുന്നത്. ലോമോ, ബട്ട്
ഈസ് ഇൻ മൈ ഗസ് ബെറ്റർ എന്ന് വെച്ചാൽ എന്റെ ഗസ് ബെറ്റർ അല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. റിയലി നൗ ശുഭുക്കോ ഡോണ്ട് എക്സൈറ്റ് യുവർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എക്സൈറ്റ് ആവുന്നത്? അതിന് ആവശ്യമില്ല. മൈ പ്രേഷ്യസ് വൺ, അലോ മീ, എന്നെ ഒരു കാര്യം പറയാൻ അനുവദിക്കൂ. യുവർ ഗസ് സർട്ടൻലി ഹാസ് ഹിസ് ഗുഡ് പോയിന്റ്സ്. നിങ്ങളുടെ ഗസ്സിന് നല്ല ഗുഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്ന, തീരെ മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഹീസ് പ്യുവർ ബ്രീഡ്, നല്ലൊരു ബ്രീഡാണ്. ഫേം ഓൺ ഹിസ് ഫീറ്റ്, നല്ല ദൃഢത, എന്താണ് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു ഡോഗ് തന്നെയാണ്. ഹാസ് വെൽ സ്പ്രങ് റിബ്സ്, റിബ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഡെവലപ്പ് ആയതൊക്കെയാണ്. ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് അങ്ങനെ നല്ല സവിശേഷതകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ബൈ ഡിയർ മാൻ, ഇഫ് യു വാണ്ട് ടു നോ ദ ട്രൂത്ത്, നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. എന്താണ്? ദ ഡോഗ് ഹാസ് ടു ഡിഫെക്ട്സ്, രണ്ട് അതിന് തക്കതായിട്ട് എതിരായിട്ടുള്ള, എന്ന് വെച്ചാൽ അതിന് വേറൊരു വശം കൂടി ഉണ്ടെന്നാണ്. ഹീസ് ഓൾ, ഒന്നാമതായിട്ട് പറയുന്നത് ഹീസ് ഓൾഡ്, അത് ഓൾഡ് ആണ്. ഹീസ് ഷോർട്ട് ഇൻ ദ മ്യൂസിൽ, അതായത് മ്യൂസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മൂക്കിന്റെ ഭാഗത്ത് എന്താണ് ഭയങ്കര ലെന്തി അല്ലാത്ത ഷോർട്ട് ആയിട്ടുള്ളൊക്കെ, അപ്പൊ അത് ഭയങ്കര ഷോർട്ട് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിന്റെ ഡോഗിനുണ്ടെന്ന് നീ സമ്മതിച്ചേ പറ്റൂ. എക്സ്ക്യൂസ് മീ മൈ ഹാർട്ട്, ലെറ്റ്സ് ടേക്ക് ദ ഫാക്ട്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഫാക്ട്, യാഥാർത്ഥ്യം. യു വിൽ റിമെമ്പർ ദാറ്റ് ഓൺ ദ Marusinghi hen my Gus ran neck and neck with the count's dog while your squeezer was left a whole verse behind. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ മരുസിംഗി ഹണ്ട് ഒക്കെ? അപ്പോഴ് നമ്മള് കൗണ്ട്സ് ഡോഗ്, കൗണ്ട് എന്ന് പറയുന്ന മറ്റൊരു ബ്രീഡ് ഡോഗ്, അപ്പൊ അതുമായിട്ട് അപ്പൊ ആ മത്സരത്തിൽ, ആ ഹണ്ടിങ്ങിലല്ലേ, ഡോഗ്സ് ഹണ്ടിങ്ങില്ലേ, ഹണ്ടിങ്ങിൽ എന്താണ് നെക്ക് ആൻഡ് നെക്ക്, അതായത് എന്റെ ഡോഗും ആ കൗണ്ട്സ് ഡോഗും നെക്ക് ആൻഡ് നെക്ക് ഒപ്പത്തിനൊപ്പമായിരുന്നു. വയൽ അതേസമയം യുവർ സ്ക്വീസർ വൺ ലെഫ്റ്റ് എ ഹോൾ വേസ്റ്റ് ബേ, അപ്പൊ നിങ്ങളുടെ സ്ക്വീസർ അപ്പോൾ എവിടെയായിരുന്നു? ആ 1-2 കിലോമീറ്റർ പുറകിൽ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ വേഴ്സ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ ആയിരുന്നു, പുറകിലായിരുന്നു. ചുബുക്കോ ഹി ഗോട്ട് ലിഫ്റ്റ് ബിഹൈൻഡ് ബിക്കോസ് ദ കൗണ്ട്സ് വിപ്പർ ഇൻ ഹിറ്റ് ഹിം വിത്ത് ഹിസ് വിപ്പ്, അതായത് കൗണ്ടിന്റെ വിപ്പർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ നടക്കുന്ന ആളെ എന്താ കെയർ ചെയ്യുന്ന ആളില്ലേ, അപ്പൊ അയാളുടെ വിപ്പ് കൊണ്ട് എന്ത് ചെയ്തു, ഒന്ന് ഹിറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ക്വീസർ പുറകിലായി പോയത്. അല്ലെങ്കിൽ ഈ സ്ക്വീസർ ഒക്കെ അതിലും മുന്നിലെത്തുന്നതാണെന്ന് ഇയാള് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ലൊമോ പറയാണ് ആൻഡ് വിത്ത് ഗുഡ് റീസൺ, നല്ല റീസൺ ആണ് നിങ്ങൾ പറയുന്നത്. എന്താണ്? വിപ്പർ ഒന്ന് ഹിറ്റ് ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ എന്ത് സ്ക്വീസർ പുറകിലായിരുന്നോ? ദ ഡോഗ്സ് ആർ റണ്ണിങ് ആഫ്റ്റർ എ ഫോക്സ് വെൻ സ്ക്വീസർ ഗോസ് ആൻഡ് സ്റ്റാർട്ട് വറിയിങ് എ ഷീപ്പ്. നിങ്ങൾ എന്താ, ഡോഗ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടുന്ന ഒരു ആനിമൽ ആണ്. അപ്പൊ ഈ ഫോക്സിന് പുറകെ വരെ ഭയങ്കരമായിട്ട് റൺ ചെയ്യാൻ കഴിവുള്ള ഈ ആനിമല് ഒന്ന് ഹിറ്റ് ചെയ്തപ്പോഴത്തേന് പുറകിലായിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സ്ക്വീസർ എന്ന് പറയുന്ന ഒരു ഷീപ്പിനെ കണ്ടാൽ പോലും പേർച്ച് പറയുന്ന ഒരു വറി ചെയ്യുന്ന ഒരു ഡോഗാണ്. എന്നിട്ടാ നിങ്ങൾ പറയുന്നത് എന്താണ്, ഒരു ഹിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പുറകിലായി പോയെന്ന്, കഷ്ടമെന്ന് പറയാണ്. ചുബുക്കോ ഇറ്റ്സ് നോട്ട് ട്രൂ, ഇത് സത്യമല്ല മൈ ഡിയർ ഫെലോ. ഐ ആം വെരി ലയബിൾ ടു ലൂസ് മൈ ടെമ്പർ, എനിക്ക് എന്റെ എന്താണ് ടെമ്പർ നഷ്ടപ്പെടുന്നു. ആൻഡ് സോ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്, അക്കാരണത്താൽ ലെറ്റ് സ്റ്റോപ്പ് ആർഗ്യൂയിങ്, നമുക്ക് ഈ ആർഗ്യുമെന്റ് ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. യു സ്റ്റാർട്ടഡ് ബിക്കോസ് എവരിബഡി ഈസ് ഓൾവേസ് ജെലസ് ഓഫ് എവരിബഡി എൽസ് ഡോഗ്സ്, എന്ന് വെച്ചാല് എല്ലാവരും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായതിന് കാരണം എന്താണ്? അപ്പൊ എല്ലാവരെയും പോലെ തന്നെ എല്ലാവർക്കും ഇപ്പൊ മറ്റൊരാളുടെ ഡോഗ് നല്ലതാണെങ്കിൽ അതിനെ കുറിച്ച് ഒരു ജലസി ഉണ്ടാവും അല്ലെ, നമ്മളെക്കാട്ട് നമ്മുടെ സെയിം മറ്റൊരാൾക്കുണ്ട്, അപ്പൊ നമ്മളെക്കാട്ടിൽ ബെറ്റർ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാകും, ഒരു ജലസി ഫീൽ ഉണ്ടാകും അല്ലെ. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. യെസ്, വി ആർ ഓൾ ലൈക്ക് ദാറ്റ്, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. യു ടു സർ, നിങ്ങളും അങ്ങനെ തന്നെയാണ് സർ. ആരുടെ ബ്ലെയിംലെസ്, നമുക്ക് കുറ്റം പറയാനായിട്ട് കഴിയുകയില്ല. യു നോ സൂണർ ബിഗിൻ വിത്ത് ദിസ് ദാറ്റ് ആൻഡ് അതർ ആൻഡ് ഓൾ ദാറ്റ്. നീ വന്നപ്പോൾ തൊട്ട് അത് ഇത് എന്നും പറഞ്ഞുകൊണ്ട് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർക്കുന്ന, ഐ റിമെമ്പർ എവരിതിങ്, ഞാൻ എല്ലാം ഓർക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ആ മെഡോസിനെ കുറിച്ച് വഴക്കായിരുന്നു, ഇപ്പൊ ഇത്. അപ്പൊ നിനക്ക് പരസ്പരം നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഐ റിമെമ്പർ ടു, ലുമോ പറയാണ് ഞാനും ഓർക്കുന്നുണ്ട്. ചുബുക്കോ ടീസിങ് ഹിം, പരിഹസിച്ചുകൊണ്ട് പറയുന്നു ഐ റിമെമ്പർ ടു, ഞാനും ഓർക്കുന്നുണ്ട്. വാട്ട് ഡു യു റിമെമ്പർ, എന്താണ് നിങ്ങൾ ഓർക്കുന്നത്? ലമോ മൈ ഹാർട്ട്, മൈ ഫുഡ് ഗോൺ ടു സ്ലീപ്, ഐ കാൺ. അപ്പൊ അതിന് മറുപടി പറയുന്നില്ല. ഇയാൾ പറയുന്നത് എന്റെ ഹേർട്ട് എന്ന് വെച്ചാൽ അതിൽ പാൽപിറ്റേഷൻ ആണ്, എന്താണ് എന്റെ ഹേർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്നു, എന്റെ ഫുഡ് എന്താണ് സ്ലീപ്പ് ആകാൻ പോകുന്നു എന്ന് വെച്ചാല്
സ്തംഭിക്കുന്നു. ഐ കാണ്ട് എനിക്ക് കഴിയുന്നില്ല. നതാലിയെ ടീസിങ് നതാലിയും പരിഹസിക്കുന്നു. മൈ ഹാർട്ട് what sort of a hunter are you? നിങ്ങൾ എന്ത് തരത്തിലുള്ള ഹണ്ടർ ആണ്? You ought to go and lie on the kitchen oven and catch black beetles, not go after foxes, my heart. അപ്പൊ നിനക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞാല് നീ നിന്റെ വീട്ടിലെ ഓവൻ കിച്ചൺ ഓവനിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ബ്ലാക്ക് ബീറ്റിൽസ്, നമ്മുടെ അടുക്കളയിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ അല്ലേ, അതിനെയൊക്കെ പിടിക്കാനുള്ളതേ ഉള്ളൂ. നിനക്കല്ലാതെ നോട്ട് ഗോ ആഫ്റ്റർ ഫോക്സ്, ഈ ഫോക്സിന്റെ ഒന്നും പുറകെ പോകാൻ അതിന് തക്കതായിട്ടുള്ള ഹണ്ടർ ഒന്നും അല്ല നീ, അതിന്റെ ആവശ്യമില്ല, അതിന് നിനക്ക് കഴിവില്ല എന്ന് പറയാണ്. ചുബുക്കോ ഏസ് റിയലി. അപ്പൊ ചുബുക്കോവ മോളെ സപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ് മോള് പറഞ്ഞത്. വാട്ട് സോർട്ട് ഓഫ് ഹണ്ടർ ആർ യു എനിവേ? അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഹണ്ടർ ആണ്? യു ഓട്ട് ടു സിറ്റ് അറ്റ് ഹോം വിത്ത് യുവർ പാൽപിറ്റേഷൻസ് ആൻഡ് നോട്ട് ഗോ ട്രാക്കിംഗ് ആനിമൽ. അത് തന്നെ അയാൾ പറയണം, ഈ പാൽപിറ്റേഷനും വെച്ചുകൊണ്ട് നീ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. നിനക്ക് ആനിമൽസിനെ ട്രാക്ക് ചെയ്യാൻ ഉള്ള ഒരു യോഗ്യതയുമില്ല. യു കുഡ് ഗോ ഹണ്ടിങ്, നിനക്ക് പോകാം ഇങ്ങനെയുള്ള ഹണ്ടിങ്, ബട്ട് യു ഓൺലി ഗോ ടു ആർഗ്യൂ വിത്ത് പീപ്പിൾ ആൻഡ് ഇന്റർഫിയർ വിത്ത് ദെയർ ഡോഗ്സ് ആൻഡ് സോ ഓൺ. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ നിങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ വീട്ടിൽ ചെല്ലുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവരുടെ അനാവശ്യമായിട്ട് അവരുടെ ഡോഗ്സിന്റെ കാര്യത്തിൽ ഇടപെടുക, അതൊക്കെ നിനക്ക് പറ്റുള്ളൂ. ലെറ്റ്സ് ചേഞ്ച് ദ സബ്ജക്ട് ഇൻ കേസ് ഐ ലോസ് മൈ ടെമ്പർ. ഓക്കെ എന്തൊക്കെയാണെങ്കിലും എനിവേ നമുക്ക് എന്ത് ചെയ്യാം? ഐ ലോസ് മൈ ടെമ്പർ, എന്റെ ടെമ്പർ ലോസ് ആവുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ സബ്ജക്ട് ചേഞ്ച് ചെയ്യാം. യു ആർ നോട്ട് എ ഹണ്ടർ അറ്റ് ഓൾ എനിവേ. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു നല്ല ഹണ്ടർ അല്ല. ലൊമോ ആർ യു എ ഹണ്ടർ? ലൊമോ തിരിച്ചു, അപ്പൊ നിങ്ങൾ നല്ലൊരു ഹണ്ടർ ആണോ? യു ഓൺലി ഗോ ഹണ്ടിങ് ടു ഗെറ്റ് ഇൻ വിത്ത് ദ കൗണ്ട് ആൻഡ് ടു ഇൻട്രിഗ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഈ കൗണ്ട് മറ്റേ ഡോഗ് ഇല്ലേ നമ്മൾ കഴിഞ്ഞ മുമ്പ് പറഞ്ഞേ, അപ്പൊ ആ കൗണ്ട് അതുപോലെ ഡോഗിന്റെ അടുത്ത് പോകാനും, അതുപോലെ ടു ഇൻട്രീഗ് അവിടെ പോകാനും, ഇതുപോലെ തന്നെ ഇൻട്രീഗ് എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾ പറയാനും ഈ ഗൂഢാലോചന നടത്താനും ഒക്കെ നിനക്ക് പറ്റൂ. ഓ മൈ ഹാർട്ട് യു ആർ ആൻ ഇൻട്രിഗ്യൂർ, നിങ്ങൾ ഒരു ഗൂഢാലോചനക്കാരനാണ്. ചുബുക്കോ വാട്ട്? ഐ ആം ആൻ ഇൻട്രിഗ്യൂർ. ഷൗട്ട് ചെയ്യണ ചോദിക്കുകയാണ്, എന്ത് ഞാനൊരു ഇൻട്രിഗ്യൂർ ആണോ? ഷട്ടാ ലൊമോ ഇൻട്രിഗ്യൂർ, അതെ നിങ്ങൾ ഇൻട്രിഗ്യൂർ തന്നെയാണ്. ചുബുക്കോ ബോയ് മിണ്ടാതിരിക്കാനൊക്കെ. ലൊമോ ഓൾഡ് റൈറ്റ് ജസ്റ്റ് അവരുടെ ഇതൊക്കെ ദേവിയോ ദേവനെയോ അങ്ങനെ എന്തൊക്കെയോ അവരുടെ മതപരമായിട്ട് രീതിയിലൊക്കെ പറഞ്ഞ് ഇവര് നമ്മൾ ചീത്ത പറയാണ്. ചുബുക്കോ ഷട്ട് അപ്പ് ഫോർ ഐ വിൽ ഷൂട്ട് യു ലൈക്ക് എ പാട്രിച്ച് യു ഫുൾ. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും. ഒരു കിളിയെ ഷൂട്ട് ചെയ്യുന്നത്, പാട്രിച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ബേഡാണ്. അപ്പൊ അതിനെ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്യും. ലൊമോ everybody knows that, oh my heart, your late wife used to beat you, my feet temple sparks, I fall. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിന്റെ ഭാര്യയല്ലേ, മരിച്ചുപോയ ഭാര്യയല്ലേ, ജീവിച്ചിരുന്നപ്പോ നിന്നെ ഇഷ്ടം പോലെ തല്ലുമായിരുന്നു. ആ കാര്യം ഇവിടെ നാട്ടിൽ പാട്ടാ, എല്ലാവർക്കും അറിയാം. എന്നിട്ട് നീ പറയുന്ന ഭാര്യയെ പേടിക്കുന്ന ഒരാളാ പറയുന്നത് ഇപ്പൊ എന്നെ ഷൂട്ട് ചെയ്യുമെന്ന് എന്നൊക്കെ കളിയാക്കൊണ്ട് പറയുന്നു. പക്ഷെങ്കിൽ ഈ രോഗം എങ്ങനെയുണ്ട്? അയാൾ പരസ്പര ബന്ധമില്ല. പിന്നെ മൈ ഫീറ്റ് ടെമ്പിൾ സ്പാർക്സ്, ഞാനിപ്പം വീഴും, ഐ ഫോൾ എന്നൊക്കെ പറയാണ്. ചുബുക്കോ ആൻഡ് യു ആർ അണ്ടർ ദ സ്ലിപ്പർ ഓഫ് യുവർ ഹൗസ് കീപ്പർ. അവൻ മറുപടിയായിട്ട് പറയാണ്, നിന്റെ വീട്ടിലെ ഹൗസ് കീപ്പറിന്റെ സ്ലിപ്പറിന്റെയും ബിലോ ആണ്, താഴെയാണ് നിന്റെ സ്ഥാനം എന്ന് പറയാം. അതുപോലെയുള്ള എന്താണ് താഴ്ത്തി സംസാരിക്കുന്നു. ലൊമോ അവിടെ മൈ ഹാർട്ട് ബേസ്റ്റ്, എന്റെ ഹൃദയം പൊട്ടുന്നു. മൈ ഷോൾഡേഴ്സ് കമ്മോ, വേർ ഇസ് മൈ ഷോൾഡർ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ പാൽപിറ്റേഷൻ വരുമ്പോൾ ഷോൾഡർ ഒക്കെ പിടിച്ച് ആരോ വലിക്കുന്ന പോലൊക്കെ തോന്നുന്നു. അയാൾ ചോദിക്കാണ് വേർ ഇസ് മൈ ഷോൾഡർ, ഐ ഡൈ, ഞാൻ മരിക്കുന്നു. ഫാൾ ഇൻ ടു ആൻ ആംചെയർ, എന്നിട്ട് ഒരു ചാരി കസേരയിലോട്ട് ഇങ്ങനെ വീണു. എ ഡോക്ടർ, അവളുടെ ഡോക്ടറെ വിളിക്കുന്നു. സുബുക്കോ ബോയ് മിൽക്ക് ഷോ ഫുൾ, ഐ ആം സിക്ക്, ഡ്രിങ്ക്സ് വാട്ടർ സിക്ക്. അപ്പൊ അയാൾക്കും അയാളും പറയണം ഐ ആം സിക്ക്, വാട്ടർ കൊണ്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നു. നതാലിയ വാട്ട് സോർട്ട് ഓഫ് എ ഹണ്ടർ? ഇത്രയും എവിടെ നടക്കുന്നെങ്കിലും നതാലിയ പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾ എന്ത് രീതിയിലുള്ള ഹണ്ടനാണ്? യു കാണ്ട് ഈവൻ സിറ്റ് ഓൺ എ ഹോഴ്സ്, നിനക്ക് ഒരു ഹോഴ്സിന്റെ പുറത്ത് പോലെ ഇരിക്കാൻ കഴിയില്ല. ടു ഹെർ ഫാദർ, എന്നിട്ട് അച്ഛനോട് പറയുന്നു, പപ്പ വാട്ട് ഇസ് ദ മാറ്റർ വിത്ത് യു, ഇയാൾക്ക് എന്ത് സംഭവിച്ചു? പപ്പ ലുക്ക്, പപ്പ സ്ക്രീം, അലറിക്കൊണ്ട് ചോദിക്കുന്നു. ഇവാൻ വാസ് ലിവിച്ച്, അയാളെ വിളിക്കുന്നു. ഹി ഈസ് ഡെഡ്, അവൻ മരിച്ചു. ചുബുക്കോ ഐ എം സിക്ക്, ഐ കാണ്ട് ബ്രീത്ത് എയർ. ഇയാൾക്ക് വയ്യ, ഐ എം സിക്ക്, എനിക്ക് വയ്യ, എന്താണ് ഐ കാണ്ട് ബ്രീത്ത്, എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. എയർ 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 എന്ന് വെച്ചാൽ അയാളും ഇങ്ങനെ പറയുന്നു. അപ്പോൾ
നതാലിയ പറയാണ് ഹി ഈസ് ഡെഡ്, ഇയാൾ മരിച്ചു. പോളിസ് ലൂമോ സ്ലീവ്, അവിടെ കൈ ഇങ്ങനെ ലോമോസിന്റെ കൈ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇവാൻ വാസ്ലിവിച്ച്, അവൾ വിളിക്കുകയാണ്, ഇവാനെ വിളിക്കുന്നത്. ഇവാൻ വാസ്ലിവിച്ച്, വാട്ട് ഹാവ് യു ഡൺ ടു മീ, നിങ്ങൾ എന്താണ് ഈ ചെയ്തതിനോട്? ഹി ഈസ് ഡെഡ്, ഇയാൾ മരിച്ചു. ഫോൾസ് ഇൻ ടു ആൻ ആം ചെയർ, അവൾ എന്നിട്ട് ഒരു ചാരുകസരയിലോട്ട് പെട്ടെന്ന് ഇരുന്ന് ഡോക്ടർ ഡോക്ടർ എന്ന് വിളിക്കുകയാണ്. ഹിസ്റ്ററീസ്, ഭയങ്കര എന്താണ് പരിഭ്രാന്തിയാണ് അവൾക്ക്. ചുബുക്കോ, ഓ വാട്ട് ഇസ് ഇറ്റ്, വാട്ട്സ് മാറ്റർ? ചുബുക്കോ പറയുന്നത് എന്താണിത്, എന്ത് സംഭവിച്ചു? നതാലിയ വെയിൽസ്, കരയുക. ഹിസ് ഡെഡ് ഡെഡ്, അച്ഛാ ഇവള് മരിച്ചു, ഇയാൾ മരിച്ചു. ചുബുക്കോ, ഹു ഇസ് ഡെഡ്, ലുക്ക് അറ്റ് ഉമ, ആര് മരിച്ചു? എന്നിട്ട് ലമോനെ നോക്കുക. സോ ഹീസ് മൈ വേർഡ് വാട്ടർ, ഓ എന്റെ മൈ വേർഡ് വാട്ടർ, എന്നിട്ട് വെള്ളം എന്നൊക്കെ അയാള് പരസ്പര ബന്ധമില്ലാതൊക്കെ സംസാരിക്കുന്നു. എ ഡോക്ടർ ലിഫ്റ്റ്സ് എ ടംബ്ലർ ടു ലോമോസ് മൗത്ത്, എന്നിട്ട് ഒരു ടംബ്ലർ എടുത്ത് എന്താണ് ലോമോന്റെ മൗത്തിലേക്ക്, അതായത് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചു. ഡ്രിങ്ക് ദിസ്, ഇത് കുടിക്കുക. നോ ഹി ഡസൻ ഡ്രിങ്ക്, അയാൾ കുടിച്ചില്ല. ഇറ്റ് മീൻസ് ഹി ഈസ് ഡെഡ്, എന്ന് വെച്ചാൽ അയാൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല, എന്ന് വെച്ചാൽ അയാൾ മരിച്ചു. ആൻഡ് ഓൾ ദാറ്റ്, അതേ ഉള്ളൂ. ഐ ആം ദ മോസ്റ്റ് അൺഹാപ്പി ഓഫ് ഹ്യൂമൻ, പിന്നെയും പറയണേ ഈ ലോകത്തിലേക്ക് ഏറ്റവും അൺഹാപ്പി മാൻ ഞാനാണ്. വൈ ഡോണ്ട് ഐ പുട്ട് എ ബുള്ളറ്റ് ഇൻ ടു മൈ ബ്രെയിൻ, എന്തുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്യാത്തത് എന്റെ ബ്രെയിനിൽ? വൈ ഹാവന്റ് ഐ കട്ട് മൈ ത്രോട്ട് യെറ്റ്, എന്തുകൊണ്ടാണ് എന്റെ ത്രോട്ട് ഇതുവരെ ഞാൻ കട്ട് ചെയ്യാത്തത്? വാട്ട് ആം ഐ വെയിറ്റിംഗ് ഫോർ, എന്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്? ഗീവ് മി എ നൈഫ്, ഗീവ് മി എ പീസ്, എനിക്കൊരു കത്തിതാ, എനിക്കൊരു ഗണ്ണതാ, ഒരു തോക്കുതാ, ഞാൻ തന്നെ എന്നെ തന്നെ കൊല്ലട്ടെ എന്നൊക്കെ പറയാണ്. ഹി സീംസ് ടു ബി കമ്മിങ് ഔട്ട്, അപ്പൊ ലൊമോ മൂവ്സ്, അപ്പൊ ലൊമോ അനങ്ങുന്നുണ്ട്. ഹി സീംസ് ടു ബി, അപ്പൊ അയാള് അടുത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു. കമ്മിങ് റൗണ്ട്, ഡ്രിങ്ക് സം വാട്ടർ, ദാറ്റ്സ് റൈറ്റ്, കുറച്ച് വെള്ളം കുടിക്കൂ, അതാണ് ശരി. ലൊമോ, ഐ സീ സ്റ്റാർസ് മിസ് വേർ ഐ ആം, എന്നിട്ട് അയാള് ലോമോ മരിച്ചൊന്നുമില്ല, അയാള് പറയാണ് പരസ്പര ബന്ധമില്ലാതെ പിന്നെ സംസാരിക്കുന്നു. ഐ സീ സ്റ്റാർസ്, എനിക്ക് സ്റ്റാർസ് ഞാൻ കാണുന്നു, മിസ്റ്റ് കാണുന്നു, എവിടെയാണ് ഞാൻ? ചുബുക്കോ, ഹരി അപ്പ് ആൻഡ് ഗെറ്റ് മാരീഡ്, ആൻഡ് നീ പെട്ടെന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? വിവാഹം കഴിക്കുക. ഡു ദ ഡെവിൾ വിത്ത് യു, ഇവിടെ നിൽക്കുന്ന ഡെവിൾ നിപ്പിലെ അതുമായിട്ട് കല്യാണം കഴിക്കുക. ഷീ ഈസ് വില്ലിങ്, അവൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ഹി പുട്ട് ലോമോസ് ഹാൻഡ് ഇൻ ടു ഹിസ് ഡോട്ടേഴ്സ്, ഷീ ഈസ് വില്ലിങ് ആൻഡ് ഓൾ, അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ലോമോന്റെ കൈ പിടിച്ച് ഇവിടയിലോട്ട് കൊടുക്കുകയാണ്. ഐ വിൽ ഗിവ് യു മൈ ബ്ലെസ്സിങ് ആൻഡ് സോ ഓൺ, ഞാൻ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തരുന്നു. ഓൺലി ലീവ് മീ ഇൻ പീസ്, എന്നെ ഒന്ന് സമാധാനത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കോ, എന്നെ വെച്ച് ചെയ്തോ, എനിക്ക് കുറച്ച് സമാധാനം വേണം. എന്നിട്ട് ലോമോ ഗെറ്റിങ്, അയാൾ എഴുന്നേറ്റ്, വാട്ട് ടു ഹിം, എന്താണ് ആരോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ശുഭുക്കോ, അപ്പൊ എന്താണ്? ലോമോന് ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ ഇങ്ങനെ പെട്ടെന്ന് ബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കല്യാണം കഴിക്കാൻ പറയുന്നു. എന്ത് കല്യാണമോ, ആരെ കല്യാണം കഴിക്കണേ, എന്താന്നൊക്കെ ചോദിക്കുന്നു. ചുബുക്കോ, ഷീ ഈസ് വില്ലിങ്, ചുബുക്കോ പറയുന്നത് എന്റെ മകൾ ആഗ്രഹിക്കുന്നു നിന്നെ കല്യാണം കഴിക്കാൻ. വെൽ കിസ് ആൻഡ് ബി ഡാം ടു യു, എന്നിട്ട് നീ ഇവളെ കിസ് ചെയ്തിട്ട് കല്യാണം കഴിക്കുക, എന്താണ്? എന്നിട്ട് നീ നശിക്കട്ടെ, എന്നിട്ട് ഇവളെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതം എന്താണ്? ഇങ്ങനെ നിങ്ങളെ തമ്മിൽ പരസ്പരം അടികൂടി അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നതാലിയ ബേസ്, അവളെ കാര്യമാണ്. ഹീസ് അലൈവ്, യെസ് യെസ് ഐ ആം വില്ലിങ്, അവള് ഓ ഇയാള് മരിച്ചില്ലേ, ജീവിച്ചിരിപ്പുണ്ടോ, ഞാൻ ആഗ്രഹിക്കുന്നു, അയാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശുഭുക, കിസ് ഈച്ച് അതർ, രണ്ടുപേരും കിസ് ചെയ്യൂ. ലമോ, കിസ് ഹും, കിസ് ആരെ കിസ് ചെയ്യാന്? വെരി നൈസ്. ടു എക്സ്ക്യൂസ് മീ, വാട്ട്സ് ഇറ്റ് ഓൾ അബൌട്ട്, ഒന്ന് പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ഓ നോ ഐ അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹേർട്ട് സ്റ്റാർട്ട്സ്, ഐ ആം ഹാപ്പി, അപ്പൊ ഇപ്പൊ എന്താണ്? ഞാൻ ഹാപ്പിയാണ്. നതാലിയ സ്റ്റെപ്പ് നോന കിസസ് ഹെർ ഹാൻഡ്, എന്നിട്ട് അവളുടെ കയ്യിൽ ഇങ്ങനെ ചുംബിച്ചു. മൈ ഫോഴ്സ് ഗോൺ ടു സ്ലീപ്, പക്ഷെങ്കിൽ ആ പാൽപിറ്റേഷൻ ഒന്നും മാറിയിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ അയാളുടെ കാലുകൾ ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത പോലെയാണ്. നതാലിയ, ഐ ആം ഹാപ്പി ടു, ഞാൻ വളരെ സന്തോഷവതിയാണ്. ചുബുക്കോ, വാട്ട് എ വെയിറ്റ് ഓഫ് മൈ ഷോൾഡേഴ്സ്, അവിടെ ഇപ്പോഴ് അപ്പൊ നമ്മൾ പണ്ട് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു, അയാൾക്ക് ഈ വിവാഹം കഴിച്ചൊരു പാർട്ണറൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ പകുതി രോഗം മാറും എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാളുടെ ഷോൾഡറിന്റെ വെയിറ്റ് ഒക്കെ കുറയുന്ന പോലെ തോന്നുന്നു. നതാലിയ, ബട്ട് സ്റ്റിൽ യു വിൽ അഡ്മിറ്റ് നൗ ദാറ്റ് ഗസ് ഈസ് വേഴ്സ് ദാൻ സ്ക്വിസ്, എന്നിട്ട് കല്യാണം ഒക്കെ ശരി തന്നെ, അതൊക്കെ ഓക്കെ, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു, പക്ഷെങ്കിൽ സ്റ്റിൽ യു വിൽ ഇനി നിങ്ങൾ ഇത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എന്താണ്? എന്റെ സ്ക്വീസർ നിങ്ങളുടെ ഗസിനെക്കാട്ടിയും ബെറ്റർ ആണ്, അതായത് നിങ്ങളുടെ ഗസ് വേഴ്സ് ആണെന്ന് സമ്മതിക്കണം. ലമോ, ബെറ്റർ. നതാലിയ, വേഴ്സ്, പിന്നെ അടി കൂടാനുള്ള തുടക്കമാണ്. അവര് എന്റേതാണെന്നല്ല നിന്റെ അടുക്കാണെന്നുള്ള രീതിയിൽ. ശുഭുക്കോ, വെൽ വെൽ ദാറ്റ്സ് എ വേ ടു സ്റ്റാർട്ട് യുവർ, ഈ ഇങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതം, കുടുംബ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. അനുഗ്രഹങ്ങൾ, ഹാവ് സം ഷാമ്പെയിൻ, എന്ന് വെച്ചാല്
ഡ്രിങ്ക്സ്. ഓക്കെ, അത് കൊണ്ടുവരൂ, കുടിക്കൂ. ലൊമോ ഹീസ് ബെറ്റർ. എന്നിട്ട് ലൊമോ പറയാണ് എന്റെ ഗസ് ആണ് ബെറ്റർ. നതാലി പറയുന്നു വേഴ്സ് വേഴ്സ് വേഴ്സ്, അല്ല 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 അല്ല, അത് വേഴ്സ് ആണ് വേഴ്സ് ആണെന്ന് പറയും. ചുബുക്കോ ട്രൈങ് ടു ഷൗട്ട് ഹെർ ഡൗൺ. ചുബുക്കോ ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ ഈ ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൊടുത്തിട്ട് അവരെ ഡൗൺ ആക്കാൻ ശ്രമിക്കുക. ഷാമ്പെയിൻ ഷാമ്പെയിൻ ഇങ്ങനെ. പക്ഷെ അവരുടെ തർക്കം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ തർക്കം കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ആയി. അപ്പൊ ഇത് വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാരും പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.